ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉച്ചാരണം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് മടിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഉച്ചാരണം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉച്ചാരണം ശരിയാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു 4 ശബ്ദങ്ങൾ ഇംഗ്ലീഷിൽ ഇല്ല. ഓക്കെ, ആ 4 കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ട ആണ്. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ട എന്ന് പറയുന്ന ശബ്ദം ഇംഗ്ലീഷിൽ ഇല്ല, പകരം ടായാണ്. അപ്പോൾ ടി എന്നുള്ള വാക്കാണ്. ഓക്കെ, അപ്പോൾ ടി ആണ്. ടിയുടെ അവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ടായാണ്. ട എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ താഴെ തന്നിട്ടുള്ള വേർഡ്സ് നോക്കുക. HOTEL എന്താണ് നമ്മൾ സാധാരണ വായിക്കുക? ഹോട്ടൽ എന്ന് വായിക്കും. അത് തെറ്റാണ്. ഹോട്ടൽ എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, ഹോട്ടൽ എന്നാണ് വായിക്കേണ്ടത്. അടുത്തത് നോക്കുക, സപ്പോർട്ടിങ് എന്ന് വായിക്കും അല്ലേ? ആ ടിങ് എന്ന് പറയാൻ പാടില്ല, സപ്പോർട്ടിങ് ആണ് കേട്ടോ. ടിങ് ആണ്, ടി ആണ് വരിക. അതുപോലെ പാർട്ടി എന്ന് പറയാൻ പാടില്ല, പാർട്ടി. ഓക്കെ, ടി ആണ് വരിക. TY എന്താ വായിക്കുക? ടി ആണ് വായിക്കുക. സെലിബ്രിറ്റീസ് ആണ്. ഓക്കെ, സെലിബ്രിറ്റീസ് അല്ല, സെലിബ്രിറ്റീസ് ആണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ടി ആണ്, അത് ഓർത്തിരിക്കുക, ടി അല്ല. ഓക്കെ, ടായുടെ പകരം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ടായാണ് ഉപയോഗിക്കേണ്ടത്, അത് ഓർത്ത് വെക്കുക. അടുത്തത് റ എന്ന് പറയുന്ന ശബ്ദം നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ റായുടെ സ്ഥാനത്ത്, അതായത് ആറ് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഴായാണ്. ഴ എന്ന് പറയുന്ന ശബ്ദമാണ് യൂസ് ചെയ്യേണ്ടത്. അതിന് എക്സാമ്പിളാണ് താഴെ തന്നിട്ടുള്ള വേർഡ്സ് നോക്കുക. CAR എന്താണ് നമ്മൾ വായിക്കുക? കാർ എന്ന് പറയും അല്ലേ? അത് തെറ്റാണ്. കാർ എന്ന് പറയുന്നതിന് പകരം റായ്ക്ക് പകരം അവിടെ എന്ത് യൂസ് ചെയ്യണം? ഴായാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കാൾ. ഓക്കെ, കാൾ. STAR എന്താണ്? സ്റ്റാർ എന്ന് വായിക്കുന്നതിന് പകരം സ്റ്റാർ. ഓക്കെ, ഴായാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. കാൾ, സ്റ്റാർ. മാസ്റ്റർ എന്ന് പറയരുത്, മാസ്റ്റർ. ഓക്കെ, പുവർ, POR എന്താണ് വായിക്കുക? പുവർ എന്ന് വായിക്കരുത്, പുവർ. ഓക്കെ, ആ ഴായുടെ സൗണ്ടാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ കാൾ, സ്റ്റാർ, മാസ്റ്റർ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. പുവർ. ഓക്കെ, റായ്ക്ക് പകരം ഴ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാനായിട്ട് പറ്റും. അടുത്തത് ന എന്ന് പറയുന്ന ശബ്ദത്തിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ നായാണ്. അതായത് N എന്ന് എഴുതുന്നവിടെ നമ്മൾ ന എന്ന് പറയുന്ന ശബ്ദമായിട്ട് വായിക്കരുത്, നായാണ് വായിക്കേണ്ടത്. അതായത് ദ വുമൺ, ഇവിടെ എഴുതിയിരിക്കുന്നു നോക്കൂ, WOMAN, വുമൺ. N എന്ന് വായിക്കരുത്, വുമൻ ആണ്. ഓക്കെ, വുമൻ, N ആണ് വരുന്നത്. അപ്പോൾ വുമൻ. ദ വുമൻ ഈസ് കുക്കിംഗ് ആണ്. അപ്പോൾ ദ വുമൻ ആണ് വരിക. അതുപോലെ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, നിറ്റി ആണ്. അല്ലാണ്ട് ഓപ്പർച്യൂണിറ്റി എന്ന് പറയരുത്, നാ ഉപയോഗിക്കരുത്, ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ, നിറ്റി ആണ്. അപ്പോൾ നായ്ക്ക് പകരം എന്ത് യൂസ് ചെയ്യണം? നാ എന്ന് പറയുന്ന ശബ്ദമായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അടുത്തത് ള. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് വള എന്നൊക്കെ പറയുമ്പോൾ ളായാണ് യൂസ് ചെയ്യുക അല്ലേ? ആ ള എന്ന് പറയുന്ന ശബ്ദം ഇംഗ്ലീഷിലില്ല, പകരം ഉപയോഗിക്കുന്നത് എന്താണ്? ലായാണ്, ല. അപ്പോൾ അതിന് എക്സാമ്പിൾ ഇവിടെ നോക്കൂ താഴെ. HOLLYWOOD എന്താണ് വായിക്കുക? ഹോളിവുഡ് എന്ന് വായിക്കും, അത് തെറ്റാണ്. ഹോളി എന്ന് പറയുമ്പോൾ ലായല്ലേ ശബ്ദം? ലായ്ക്ക് പകരം എന്ത് വേണം അവിടെ? ലായാണ് ഉപയോഗിക്കേണ്ടത്. അത് ഹോളിവുഡിന് പകരം ഹോളിവുഡ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഹോളിവുഡ് എന്നാണ് പറയേണ്ടത്. അടുത്ത നോക്കൂ, ഫുൾഫിൽ എന്ന് വായിക്കും അല്ലേ? FULFILL, ഫുൾഫിൽ എന്നാണ് വായിക്കേണ്ടത്. ഫുൾഫിൽ. ഓക്കെ, ഫുൾ എന്ന് വായിക്കരുത്, ഫുൾ എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ലായ്ക്ക് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ലാ എന്ന് പറയുന്ന ശബ്ദമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേനും തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്താണ് ഇംഗ്ലീഷ് നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ ഓരോ സെൻറ്റൻസും വായിക്കുക. വായിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കുക? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ
ട ട എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കാതെ ട ഉപയോഗിക്കാനായിട്ട്. ടി കാണുന്നിടത്തൊക്കെ ട എന്നുള്ള ശബ്ദം ഉപയോഗിക്കുക. അതുപോലെ റ ആറ് കാണുന്ന സ്ഥലത്തൊക്കെ ഴ എന്ന് പറയുന്ന ശബ്ദം യൂസ് ചെയ്യുക. ന അതായത് എന്ന് കാണുന്നിടത്തൊക്കെ ന യൂസ് ചെയ്യുക. അതുപോലെ എല്ല് കാണുന്നിടത്തൊക്കെ എന്ത് യൂസ് ചെയ്യുക? ല യൂസ് ചെയ്യുക. ള യൂസ് ചെയ്യാതെ ല യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴത്തേനും തന്നെ നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റാൻഡേർഡ് ലെവലിലോട്ട് മാറാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്